നമസ്കാരം. താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചു. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളെ മാതാപിതാക്കളുടെ ജാമ്യത്തിൽ വിട്ടയക്കാനാണ് ഉത്തരവ്. ഇവരെ ഒബ്സർവേഷൻ ഹോമിൽ നിന്നും വിട്ടയക്കും. ജാമ്യം നൽകിയെങ്കിലും പ്രതികൾ മറ്റ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത്, അന്വേഷണത്തോട് സഹകരിക്കണം തുടങ്ങിയ ജാമ്യ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചാണ് പ്രതികളായ 6 വിദ്യാർത്ഥികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റേതാണ് ഉത്തരവ്. ഒബ്സർവേഷനിൽ തുടരുന്നതിന് ബാലനീതി നിയമം അനുവദിക്കുന്നില്ല എന്നാണ് കോടതി വിലയിരുത്തിയത്. വിദ്യാർത്ഥികൾക്ക് പൂർവ്വകാല കുറ്റകൃത്യം ഇല്ല എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. അതേസമയം തന്നെ പ്രതികളായ 6 പേരും കൊലക്കുറ്റം നടത്തിയവരാണ്. അതുകൊണ്ട് തന്നെ കാരുണ്യം പാടില്ല എന്നും ക്രിമിനൽ സ്വഭാവമുള്ള ഇവർക്ക് ജാമ്യം നൽകരുത് എന്നും ഷഹബാസിൻ്റെ പിതാവ് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. പ്രതികൾക്ക് +1 അഡ്മിഷൻ എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇതിൽ ഷഹബാസിൻ്റെ കുടുംബം എതിർപ്പ് രേഖപ്പെടുത്തിയതിനെ തുടർന്നാണ് +1 അഡ്മിഷൻ എടുക്കാനായി കോടതി 1 ദിവസം മാത്രമായി നൽകിയത്. പോലീസിൻ്റെ സംരക്ഷണത്തിലായിരുന്നു അന്ന് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുവാനായി ജുവനൈൽ ഹോമിൽ നിന്ന് പോയിരുന്നത്. നേരത്തെ പ്രതികളുടെ 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാനും തുടർ പഠനത്തിന് അവസരം ഒരുക്കാനും കോടതി നിർദ്ദേശം നൽകിയിരുന്നു. 2025 ഫെബ്രുവരി 28 ട്യൂഷൻ സെൻ്ററിലെ കലാപരിപാടിയുമായി ബന്ധപ്പെട്ട സംഘർഷത്തിനിടെ ഷഹബാസിനെ ക്രൂരമായി 6 വിദ്യാർത്ഥികൾ ചേർന്ന് നഞ്ചക്ക് ഉപയോഗിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. സംഘർഷത്തിൽ ഷഹബാസിന് തലയ്ക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കവെയായിരുന്നു ഷഹബാസിൻ്റെ മരണം. ആന്തരിക രക്തസ്രാവമായിരുന്നു മരണത്തിന് കാരണം.